മോഹൻ, ഇതിനിടയിൽ ഒരു സംശയം. ഈ വെസ്റ്റേൺ നോട്ട്സ് ഇതെങ്ങനെയാണ്? തരങ്കണിന്ന് പഠിച്ചതാണോ അതോ നേരത്തെ രഘുവട്ടം പഠിപ്പിച്ചാണോ? അല്ല, ഇത് ഫസ്റ്റ് ഞാൻ ഹിന്ദുസ്ഥാനിലാണ് എഴുതിയിരുന്നത്. അപ്പോൾ അന്ന് തന്നെ KG സത്താർ എന്ന് പറഞ്ഞൊരു മാഷ പഠിപ്പിച്ചത്. സത്താർ? പിന്നെ എൻ്റെ ചേട്ടനും എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് വെസ്റ്റേൺ രഘുമാഷാണ്. അപ്പോൾ രഘുമാഷിൽ നിന്നാണ് ഞാനതൊക്കെ പഠിച്ചത്. രഘുമാഷ് പക്ഷേ സ്വരങ്ങൾ നമ്മുടെ മലയാളം അക്ഷരങ്ങൾ എഴുതുക. ഞാൻ മലയാളം എഴുതും, പിന്നെ വെസ്റ്റേൺ എഴുതും. അപ്പോൾ ഏറ്റവും നല്ലത് വെസ്റ്റേൺ എഴുതാൻ നല്ലത്. അപ്പോൾ അതിൻ്റെ അളവുകളെല്ലാം കറക്റ്റ് ആയിരിക്കും. അത് കൂടുതൽ ഈസിയാണല്ലേ? അതെ അതെ അതെ. വെസ്റ്റേൺ ഇപ്പം അതിൻ്റെ ഹാർമോണിയൊക്കെ ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ ഇത് നോട്ട്സ് തന്നെ നോക്കി നമുക്ക് നോട്ട്സ് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ താഴെ എഴുതി. അതുപോലെ കോഡ്സ് ഇപ്പോൾ G7 B ഫ്ലാറ്റ് മറ്റും മറിച്ച് ഇങ്ങനെ എഴുതി അത് നോക്കി നോട്ട്സ് കണ്ട് നമുക്ക് കോഡ്സ് എഴുതാൻ പറ്റും. പിന്നെ അതുപോലെ അതിൻ്റെ അറേഞ്ച്മെൻറ്റ് കോഡ്സ് നോക്കിയിട്ട് നമ്മൾ ഇത് ചെയ്യാൻ പറ്റും. ഏറ്റവും കൂടുതൽ വളരെ സ്പീഡിൽ എഴുതുന്ന ഞാൻ കണ്ടിരിക്കുന്ന ഇളയരാജ സാർ. പിന്നെ കാലനാണല്ലോ. രാജ സാറിൻ്റെ അവിടെ പോയിരിക്കുമ്പോൾ ഞാൻ റീറെക്കോർഡിങ്ങിനാണ്. ഞാൻ സോങ് എഴുതുന്നത് ഞാൻ കണ്ടിട്ടില്ല, അതിനകത്തോട്ട് കേട്ടത്തില്ലല്ലോ. റീറെക്കോർഡിങ്ങിന് പോകുമ്പോൾ ഞാൻ ദൂരെ മാറി നിൽക്കുമ്പോഴത്തേക്ക് ഈ റീൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഈ റീൽ ഓടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഈ ഹാർമോണിയത്തിൽ ഒന്നും ടച്ച് ചെയ്യില്ല. നേരെ പുസ്തകം ഇങ്ങനെ ഒരു സ്റ്റാൻഡിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫുൾ സ്ലീവ്സ് ആയിട്ട് നിന്നിട്ട് റീൽ ഓടിക്കൊണ്ടേയിരിക്കും. ഒരു റീലെന്ന് പറയുന്ന കുറേ മീറ്റർ ഉണ്ടല്ലോ. ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ എഴുതിക്കൊണ്ടേ കണ്ടിട്ട് എഴുതിക്കൊണ്ടേ പോവും. എഴുതി 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 ലാസ്റ്റിൽ ആ റീല് തീരുമ്പോഴത്തേക്ക് പുള്ളി മടക്കിയിട്ട് 1 hour 1 hour ഞാൻ വന്നില്ല എന്ന് പറയും. 1 മണിക്കൂറിൽ വരാമെന്ന് പറയും. ഒരു ബേസ് ഗിറ്റാറോ അതിനകത്ത് അല്ലെങ്കിൽ സ്ട്രിങ്സോ ഒന്നും മാറ്റേണ്ടി വരില്ല, കംപ്ലീറ്റ്. നമ്മളും പണ്ട് റീ റെക്കോർഡിങ് അങ്ങനെയാണല്ലോ. നമ്മളിപ്പോൾ ഒരു പടം ഇടുന്നു, ഒരു റീല് ചിലപ്പോൾ 5-6 മിനിറ്റ് 7-8 മിനിറ്റ് വരെയൊക്കെ ഉണ്ടാവും. അപ്പോൾ പടം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമ്മളിപ്പോൾ മമ്മൂക്ക മോഹൻലാലിനെ കണ്ടു, മോഹൻലാൽ ഇവരുടെ സന്തോഷം, അങ്ങനെ ഒരു മമ്മൂക്ക ഒരു സ്ഥലം പോയിട്ട് ഹീറോയിനെ കാണുന്നു. അത് നമ്മളിങ്ങനെ പടം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കും. എഴുതിക്കൊണ്ട് അത് എൻഡ് വരെ റീൽ എൻഡ് വരെ അത് നമ്മൾ ഒറ്റ ഇരിക്കും. പിന്നെ നമ്മൾ അസോസിയേറ്റിനെ വിളിക്കും. എന്നിട്ട് അപ്പോൾ പിന്നെ നമ്മൾ മനസ്സിൽ നിർത്തുന്ന ഉദ്ദേശം എത്ര സെക്കൻഡായിരിക്കും ഒരു ഒരു ഇത്ര സെക്കൻഡ്, 7 സെക്കൻഡ്, 8 സെക്കൻഡ്, അതിനൊക്കെ നമ്മൾ മ്യൂസിക് കമ്പോസ് ചെയ്യുന്നു. ഇപ്പോൾ വയലിൻ്റെ ഒരു ബിറ്റ്, അപ്പം ഹീറോയിനെ കാണുന്ന അവിടെ ഫ്ലൂട്ടിൻ്റെ ഒരു ബിറ്റ്, അതിൻ്റെ അടുത്ത് ഒരു ഹാർപ്പ് ഫില്ല് ചെയ്യണം. ഇയാളുടെ കണ്ണ് മമ്മൂക്ക നോക്കുന്നതിൻ്റെ കണ്ണിൻ്റെ അതൊക്കെ ഇങ്ങനെ നമ്മുടെ മനസ്സിൽ നിർത്തിയിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് എഴുതിയിട്ട് അസിസ്റ്റൻറ്റിന് പറഞ്ഞു കൊടുക്കുക. പുള്ളി നോട്ട്സ് എഴുതി പിന്നെ പിക്ചറോട് കൂടെ ഒരു റീല് കംപ്ലീറ്റ് കൊടുക്കുകയാണ്. എല്ലാം കറക്റ്റായിരിക്കും. അന്ന് അങ്ങനെയായിരുന്നു. മോഹന് എത്ര പടത്തിനാണ് റീ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്? ഒരുപാട് റീ റെക്കോർഡ് ചെയ്തത്. പക്ഷെ ഇന്നതില്ലല്ലോ. ഇന്നിപ്പോൾ നമ്മൾ TV-ൽ കണ്ടത് അപ്പം തന്നെ അവർക്ക് ചെയ്യാൻ പറ്റും. മാത്രമല്ല കട്ട് ചെയ്ത് വേസ്റ്റ് ചെയ്ത് പല മ്യൂസിക്കുകളും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഒരു ഫുൾ റീലിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. പിന്നെ ചിത്രങ്ങളിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ പോലും ഫുൾ റീലിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ഫുൾ റീൽ ആദ്യം പ്ലേ ഓൺ ചെയ്യുന്നു. അപ്പോൾ രണ്ടുപേരും ഫിലിം ഡയറക്ടറും മുന്നോട്ട് പോയിട്ട് ഡിസ്കസ് ചെയ്ത് ഓരോന്നും ഇടുന്നു. അപ്പോൾ പിന്നെ ലെറ്റർ A B C അങ്ങനെ എഴുതിയിട്ടാണ് ഫുള്ള് സ്കോർ എഴുതി പോകുന്നത്. അപ്പോൾ എവിടെയൊക്കെ വേണമെന്നുള്ള മാർക്ക്, കാരണം കണ്ടക്ട് ചെയ്യുന്ന ആൾക്കും പെട്ടെന്ന് ഈ വരുന്നുണ്ട്. അന്ന് മാർക്ക് ഇടുന്നത് ഗണേശനാട്ടോ. മാർക്ക് ഇൻറ്റു മാർക്ക് വരും. 2 ഇൻറ്റു മാർക്ക് കഴിഞ്ഞ 3-ത്തിന് അതായത് നമുക്ക് ഇത്രയും വയലൻസ് എനിക്ക് ഓർമ്മ വന്നാട്ടോ. ഇത്രയും വയലൻസ് എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ കൈ കാണിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പടപടയെന്നേ വീഴുള്ളൂ, ക്ലാഷ് ആയിട്ടേ വീഴുള്ളൂ. അപ്പോൾ ഒരു 1-2 കൊടുക്കാൻ പറ്റില്ല, റീ റെക്കോർഡിംഗ് അല്ലേ. അപ്പോൾ നമ്മൾ പിക്ചറിൽ മാർക്ക് ചെയ്താൽ അതിനകത്ത് 1-2 ചെയ്യാൻ പറ്റും. ഏതാണ് വരേണ്ട അവിടുന്ന് പുറകോട്ട് 16 ഫ്രെയിമിൽ. ഇതെല്ലാം പുതിയ തലമുറയ്ക്കുള്ള ഒരു ഇൻഫർമേഷൻ കൂടാണ്. കാരണം വേറൊന്നുമല്ല, ഇപ്പോൾ ഒരു സീൻ വരുന്നു, അതിനകത്ത് പെട്ടെന്ന് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് ഈ പടം വരുന്നതിന്, ഈ പിക്ചർ വരുന്നതിന് മുമ്പ് ഇങ്ങനെ ക്ലിക്ക് ക്ലിക്ക് അല്ല, 3 ഫ്രെയിമിൽ മാർക്ക് ഇടുമ്പോൾ ഒരെണ്ണം കാണും. അതെ. പിന്നെ അവിടുന്ന് 16 ഫ്രെയിം മാറിയിട്ട് 3 ഫ്രെയിമിലിടും. അവിടെ 1-2 എന്ന് വരും. പിന്നെ അതിന് മുമ്പായിട്ട് ഒരു ക്യൂ വരച്ചു വെക്കും, മാർക്ക് വരാൻ പോകണം, ശബ്ദം വരും. അത് ഹെഡ്ഫോൺസിൽ വരില്ലല്ലോ. പിന്നെ ശ്രീകുട്ട, നമ്മൾ എപ്പോഴും റീ റെക്കോർഡിങ് കണ്ടക്ട് ചെയ്യും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഒരു 8 മിനിറ്റ് എന്തൊക്കെയാണ് എവിടെയാണെന്നുള്ളത്. അപ്പം നമ്മൾ ഇപ്പോൾ സാധാരണ റീ റെക്കോർഡിങ് ഞാൻ തന്നെ കണ്ടക്ട് ചെയ്യുന്നത് നമ്മുടെ കേരളത്തിൽ. മറ്റാണ് തമിഴ്നാട്ടിലെങ്കിൽ ആരെങ്കിലും വയ്ക്കും. ഇപ്പോൾ കേരളത്തിൽ ഞാൻ തന്നെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ വയലിന് 5-10 വയലിനിരിക്കുന്നുണ്ടാവും, ഇവിടെ ഫ്ലൂട്ടിരിക്കുന്നുണ്ടാവും, അവിടെ തബലിരിക്കുന്നുണ്ടാവും, മറ്റൊരു ഹാർപ്പിരിക്കുന്നുണ്ടാവും, അവിടെ സിത്താറിരിപ്പുണ്ടാവും. അങ്ങനെ പല ഇൻസ്ട്രുമെൻറ്റ് പല സ്ഥലത്താണ്. നമ്മൾ ഈ നോട്ട്സിൽ നോക്കിയിട്ടും പിക്ചറിൽ നോക്കിയിട്ടും ഇരിക്കും. ഇങ്ങനെ ഹെഡ്ഫോൺ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ വയലിന് ഇവിടെ ഇരിക്കും. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ കൈ കാണിക്കുമ്പോൾ
ഇവിടെ വേറെ സാധനം വരും. അപ്പൊ അതിന്റെ അടുത്ത് ഇതെല്ലാം കയ്യിൽ കൂടിയാണ് ഈ പരിപാടി കംപ്ലീറ്റ് പോകുന്നത്. അപ്പൊ എല്ലാവരും ഇങ്ങനെ തന്നെ കണ്ടക്ടറിനെ നോക്കിയിരിക്കും. അപ്പൊ അത് അത്രയും സെൻസ് ഉണ്ടെങ്കിൽ പറ്റുള്ളൂ ഒരു റെക്കോർഡിംഗ് എന്നൊക്കെ പറഞ്ഞാൽ. ഓക്കെ, മോഹൻ്റെ കാര്യങ്ങൾ ഗണേശൻ്റെ പറഞ്ഞു, ഗണേശൻ്റെ വിശേഷം പറഞ്ഞു. പക്ഷെ കഴിഞ്ഞ എപ്പിസോഡിലും മോഹൻ്റെ ഭാര്യ എങ്ങനെയാണ് വിവാഹിതനായത്, പ്രേമവിവാഹമായിരുന്നോ, അതൊന്നും പറഞ്ഞില്ല. എന്തായിരുന്നു ഗണേശൻ പറയും? പ്രേമമല്ല, വിവാഹം ശരിക്കുള്ള വിവാഹം തന്നെ കഴിച്ചത്. പ്രേമമൊക്കെ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. അത് കുറെ അല്ല, നമുക്ക് വരാം. ഭാര്യയുടെ പേര് ബേബി. ഒന്ന് വിഷ്ണു, പിന്നെ മൊബിന മോള്. പിന്നെ മോൾക്കൊരു മകളുണ്ട്, ആവണി എന്നാണ് മോളുടെ പേര്. ആവണി. സ്കൂളിന്റെ പേര് മോഹൻ സിത്താരാസ് പെർഫോമിംഗ് ആർട്സ്. അപ്പോൾ അവിടെ ഗണേശൻ പോകാറുണ്ടോ? ഞാൻ അവിടുത്തെ ട്യൂട്ടറായിരുന്നു. ഓക്കെ, അപ്പം പറയാൻ വന്നത് അങ്ങ് പറഞ്ഞേരെ. കാരണം ആരുമായിട്ടായിരുന്നു ഈ ലൈൻ ഏറ്റവും കൂടുതൽ ലൈന്? എൻ്റെ ദൈവം അല്ല, നമ്മളൊക്കെ ഒരു 77 ബാച്ചാണ്, നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. പ്രണയം എന്നുള്ളത് എല്ലാവർക്കും അല്ല, എനിക്കുണ്ട്, കുഴപ്പമില്ല, ഞാൻ പോകണ്ടേ. അപ്പൊ ആരെയായിരുന്നു ഏറ്റവും കൂടുതൽ? അത് നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരെ. അല്ല, എനിക്കൊരു കാര്യം ഞാൻ ഇങ്ങനെ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വന്നു. അതായത് എൻ്റെ ചേട്ടൻ്റെ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വരും. വയലിനൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഓടി വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 പെൺപിള്ളേരെങ്കിലും കോറസിൽ കാണും. അല്ലേ? ഇന്നത്തെ പ്രശസ്ത ഗായകർ ഉൾപ്പെടെയുള്ള ആൾക്കാരന്ന് കോറസാണ്. ഞാനും. അല്ല, അത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നേ, പണ്ടൊക്കെ തരങ്ങളിൽ ശ്രീകുട്ടനും ചിത്രയ്ക്ക് എത്ര ട്രാക്ക് പാടിയിട്ടുണ്ടല്ലോ, കോഴ്സും. അതുപോലെ കോറസാണ് ശ്രീകുട്ടനെ ഓൾ ഇന്ത്യ റേഡിയോയിൽ ശ്രീകുട്ടൻ അന്ന് കോഴ്സ് പാടാൻ വേണ്ടി വരും. അപ്പോൾ നമ്മുടെ കൈതപ്പുറം പുള്ളി ഒരു സഞ്ചിൻ തോളിലിട്ടിട്ട് വരും കോഴ്സ് പാടാൻ വേണ്ടി. അതുപോലെ നസീമേട്ടൻ, അങ്ങനെ പിന്നെ ശ്രീറാം, അങ്ങനെ ഒരു 10-15 പേരുണ്ട്. അതുപോലെ ചിത്രയ്ക്ക് ഉണ്ടായിരുന്നു കോഴ്സ് പാടാൻ, ബീന, അരുന്ധതി. ഞങ്ങളെല്ലാവരും കോറസ് പാടിയിട്ട് തന്നെ വന്നത്. ആൾ ഇന്ത്യ റേഡിയോ ആണ് തുടക്കവും. അത് തന്നെ വേണ്ടത്. എക്സ്പീരിയൻസ് അതാണ്. കാരണം അപ്പം ഒരു പാട്ട് പാടുമ്പോഴത്തേക്ക് കോറസ് പാടുക എന്ന് പറയുന്നത് മോശമായിട്ടുള്ള കാര്യമൊന്നുമല്ല. ഒരിക്കലും അല്ല. എത്രയോ പാട്ട് ട്രാക്ക് പാടിയിരിക്കുന്നത്, എത്ര പാട്ടാണ് പാടിയിരിക്കുന്നത്. ദാസറിന, പിന്നെ ജയേട്ടനൊക്കെ ശ്രീകുട്ടൻ എത്ര ട്രാക്ക് പാടിയിട്ടുണ്ട്. അതുപോലെ ചിത്ര, ഈ നമ്മുടെ ജാനകിയമ്മയ്ക്ക്, സുശീലമ്മയ്ക്ക് എത്ര ട്രാക്ക് പാടിയിട്ടാണ് ഒരുപാട് എത്ര പടങ്ങളാണെന്ന് പോലും പറഞ്ഞു. അല്ല, അതൊക്കെയാണ് ജീവിതത്തിൽ. അന്നൊക്കെ ഞങ്ങളും കൂടെ വയലിൻ വായിക്കാനും അന്നൊരു ഭാഗ്യമായിരുന്നല്ലോ. ഗണേശൻ തബല വായിക്കാനൊക്കെ ഉണ്ടായിരുന്നല്ലോ അന്ന്. അല്ല, ഞാൻ പറഞ്ഞോണ്ട് ഒന്ന് ഇട്ടുപോയി, വേറെ സബ്ജക്റ്റിലോട്ട് കട്ട് ചെയ്ത് പോയി. ചേട്ടന്റെ ഇതിന് വരുമ്പോഴത്തേക്ക് ഈ കോറസും ഈ വയലിന്റെ ഇപ്പുറത്തായിരിക്കുമല്ലോ, കുറെ ഇപ്പുറത്തായിരിക്കുമല്ലോ. അപ്പോഴത്തേക്ക് ചിലർ ഈ വയലിൻ വായിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു നോട്ടമുണ്ട്, ചുമ്മരി ഇടികിട്ടു. അല്ല, ഞാൻ പാടുമ്പോഴേ ഞാനും കോറസിലുണ്ടല്ലോ. അപ്പൊ നമ്മുടെ എല്ലാരും നോട്ടം ഒരു ചേട്ടൻ 1-2-3 പോയിന്റിലായിരിക്കും. അപ്പൊ അവരൊക്കെ ഇപ്പം ഓരോ സ്ഥലങ്ങളിലൊക്കെ ആയി. അല്ല, അതൊക്കെ നമുക്ക് വിട്ടുകളയാം, അല്ലേ? തൽക്കാലം നമുക്ക് വിടാം. യൂസഫ് അലി കച്ചേരി ആയിട്ടുള്ള ബന്ധം എന്താണ്? ഈ പാട്ടുകളൊക്കെ എങ്ങനെയാണ്? ട്യൂൺ ഇട്ട് എഴുതിയതാണോ അതോ അദ്ദേഹത്തിന്റെ വരികൾക്ക്? യൂസഫ് അലി സാറിൻ്റെ മിക്ക പാട്ടുകളും ഞാൻ വരികൾ എഴുതിയിട്ടാണ് ട്യൂൺ ചെയ്യുന്നത്. ഒരു പാട്ട് 1-2 പാട്ട് മാത്രം ട്യൂൺ ഇട്ടിട്ടാണ്. ഇപ്പോൾ നിന്റെ കണ്ണിൻ വിരുന്നു വന്നു എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, ദീപസ്തംഭം മഹാശ്ചര്യം. അതിലത്തെ എല്ലാ പാട്ടുകളും ലിറിക്സ് എഴുതിയിട്ടാണ് കമ്പോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡയറക്ടർ മധുവിനോട് പറഞ്ഞു, മോഹൻ നമുക്കൊരു ട്യൂൺ ഇട്ടിട്ടും കൂടെ ഒന്ന് എഴുതി നോക്കിയല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ യൂസഫ് അലി സാറിനോട് പറഞ്ഞപ്പോൾ അത് വേണ്ട മോനെ, അതിന് ഞാൻ വേറെ ട്യൂൺ ഉണ്ടായിരുന്നു. അപ്പം മോനെ ആ ട്യൂൺ എടുക്കുക, അത് നമുക്ക് അതിന് നല്ല ഇതല്ല, ഇപ്പോൾ നല്ല പാട്ട് നന്നായി വന്നിട്ടില്ല, പിന്നെ എന്തിനാ ട്യൂൺ ഇടണമെന്ന് പറഞ്ഞു. അപ്പം മധു പറഞ്ഞു, സാറേ ഒന്ന് എഴുതി ട്രൈ നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ പാട്ട് പിന്നെ എഴുതിയത് അദ്ദേഹം. ട്യൂൺ കൊടുത്തു, അത് അപ്പം തന്നെ എഴുതുകയും ചെയ്തു. ഞാൻ യൂസഫ് അലി സാറും ആദ്യമായിട്ടാണ് ആ പടത്തിൽ കൂടിയാണ് ഞങ്ങൾ ജോയിൻ്റായി വർക്ക് ചെയ്യുന്നത്. 1 മുതൽ 0 ആണല്ലോ ആദ്യത്തെ ചിത്രം. അത് കഴിഞ്ഞിട്ടുള്ള സംഭവവികാസങ്ങൾ കുറെ ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ട്. അത് ആ പടം കഴിഞ്ഞു, പിന്നെ വേറെ പടം ഉണ്ടാവുമെന്ന് മോഹൻ അത്ര വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പോൾ ഇഷ്ടം പോലെ മറ്റു വർക്കുകൾ, ചെറിയ ചെറിയ വർക്കുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു.
അങ്ങനെ കാർത്തിക സ്റ്റുഡിയോയിലല്ലേ കാർത്തിക സ്റ്റുഡിയോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയ്ക്ക് ചാണക്യനിൽ സോങ്ങേ ഉള്ളൂ, സോങ് ഇല്ല, റീ റെക്കോർഡിങ് മാത്രമേ ഉള്ളൂ. അപ്പോഴും രാജീവ് ഇങ്ങനെ പറഞ്ഞിട്ടൊരു ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മളൊരു റീമ്യൂസിക് ഇവിടെ ഒരു ഹോട്ടലിൽ വെച്ചിട്ട് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞ് നാഗ്രയിൽ റെക്കോർഡ് ചെയ്ത് അതിട്ട് പ്ലേ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു സുപ്രാതി രാജീവ് വിളിക്കുന്നു, മദ്രാസിൽ വന്ന് റീ റെക്കോർഡിങ് ആണെന്ന് പറഞ്ഞു, മറ്റന്നാൾ എത്തണം എന്ന് പറഞ്ഞു. ഉടനെ നമ്മൾ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ചെറിയ വർക്ക്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയല്ലേ ഉള്ളൂ എന്നുള്ള രീതിയിൽ മോഹൻ പറഞ്ഞു, മനസ്സ് എന്ത് ചെയ്യും, അപ്പം ഇത് കളയാനും പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഫ്ലൈറ്റിൽ പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ ഫ്ലൈറ്റ് കയറിയിട്ടുമില്ല, അതിനെപ്പറ്റി അറിയാനില്ല. എന്നാൽ സൈക്കിളിലാണ് നമ്മൾ കാർത്തിക സ്റ്റുഡിയോത്തിന് പോകുന്നത്. അപ്പോൾ നമ്മുടെ കറാൽക്കടയിലെടുത്ത് കൈതമുക്കിൽ. അപ്പോൾ ശരി എന്നാ ഉടനെ നമ്മൾ ആ വർക്കിനിടയ്ക്ക് ഞാൻ നേരെ സൈക്കിളെടുത്തിട്ട് എയർ ഇന്ത്യ ഇവിടെ മസ്കറ്റ് ഹോട്ടലിൻ്റെ അടുത്താണ് അന്നത്തെ ഓഫീസ്. സൈക്കിൾ ചവിട്ടി അവിടെ പോയി. അന്ന് ഇപ്പോഴും ഓർമ്മയുണ്ട്, ആ ടിക്കറ്റ് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇപ്പോഴും. 750 രൂപ മദ്രാസിന് നമ്മൾ 2 ടിക്കറ്റ് എടുത്ത്. അപ്പോൾ എങ്ങനെയാണെന്ന ഒരു ഐഡിയ മോഹനുമില്ല, എനിക്കും ഞാനും ആദ്യമായിട്ടാണ് ടിക്കറ്റ് എടുത്തു. അന്ന് ലൈവാണല്ലോ, പോയി അവർ എഴുതിത്തരുവാണ്, ഒരു കാർബൺ കോപ്പി വെച്ചിട്ട് എഴുതിത്തരുന്നു. അതും കൊണ്ട് നേരെ ടിക്കറ്റ് എടുത്തു. നമ്മൾ അതിൻ്റെ അടുത്ത ദിവസം കയറുന്നു. അപ്പോൾ ഈ വർക്കും നഷ്ടപ്പെട്ടില്ല. നേരെ നമ്മൾ ഫ്ലൈറ്റിൽ പോയി അവരവിടെ വരുന്നു. അങ്ങനെയാണ് അല്ല, അതിന് മുന്നേ ഒരു കാര്യം കൂടെ ഉണ്ടായിട്ടോ. രാജീവ് എന്നോട് ഫ്ലൈറ്റിൽ വരാനാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഭയങ്കര പേടി, ഫ്ലൈറ്റിലിരിക്കാൻ പേടി. അപ്പോൾ എനിക്ക് തുണയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഗണേശനോട് വിളിച്ചത്. അതാണ് ഗണേശൻ സൈക്കിൾ ചവിട്ടിയത്, അത് പറഞ്ഞില്ല, മറന്നുപോയതാ. ഫ്ലൈറ്റ് എനിക്ക് ഒറ്റയ്ക്കിരിക്കാൻ പേടിച്ചിട്ടാവില്ല, ഗണേശൻ വിളിച്ച് കൊണ്ടുപോയത്. അങ്ങനെ അവിടെ പോകുന്നു. പിന്നെ അവിടെ ഈ ഫ്ലൈറ്റിൽ ഇദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല, പോയി കഴിഞ്ഞാൽ അടപടലം പോകും. എന്തൊരു കൂട്ടിനൊരാളുണ്ടല്ലോ പിടിക്കാൻ. അത് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഹൈദരാബാദിൽ ഒരു വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ തെലുങ്ക് പടം അതിൻ്റെ പിന്നെ വോയിസ് മിക്സ് ചെയ്യാനായിട്ട് ഇതിനിടയ്ക്കൂടെ നേരെ മദ്രാസിൽ പോകണം. അപ്പോൾ ഞാനും മോനോടൊപ്പം ഹൈദരാബാദുണ്ട്. അപ്പോൾ പെട്ടെന്ന് മോഹൻ പോയിട്ട്, അപ്പോൾ ഞാൻ തന്നെ വിളിച്ച് മദ്രാസിൽ ചിത്രയുടെ സ്റ്റുഡിയോ അറേഞ്ച് ചെയ്തു. മോഹനും പോയാൽ മതി. അപ്പോഴും ടിക്കറ്റ് പറഞ്ഞ മോഹൻ 2 ടിക്കറ്റ് പറഞ്ഞു അവരോട്. ഞാൻ പറഞ്ഞു മോനെ അതുവരെ പോയിട്ട് തിരിച്ചു വരാൻ വേണ്ടി എന്തിനാണ് 2? അത് ശരിയാവില്ല. ഈ പറഞ്ഞ പോലെ അന്ന് ഈ പറഞ്ഞ നമ്മൾ പോയപ്പോഴേക്കും എയർ പോക്കറ്റ് വീഴുകയും ചെയ്തു. കുറച്ചിങ്ങനെ താഴേക്ക് പോയി. പോണ പോലത്തെ അവസ്ഥ പറഞ്ഞിട്ട് ഇടിച്ചു പോയി. ശരിക്കും പറഞ്ഞ മോഹൻ സിത്താര എന്ന് പറഞ്ഞ ഒരു സംഗീതാത്മകമായിട്ടുള്ള ഒരു ചെറിയ മനസ്സിൻ്റെ ഉടമയാണ്. അതിന് ഈ ഫ്ലൈറ്റോ അല്ലെന്നുണ്ടെങ്കിൽ ഇരുട്ടത്ത് നടന്നു പോകാനൊക്കെ അല്ലേ, കുറച്ചുകൂടെ മാറിയിട്ടുണ്ട്.